നേതൃസ്ഥാനങ്ങളിൽ കഴിവുള്ളവർ വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് പിണക്കമൊന്നുമില്ല. ഓരോ സംഘടനയ്ക്കും ഓരോ സഭകൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതിൽ അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ദൈവവചനവുമായിട്ട് നാം അത് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ തീരുമാനമെടുക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ഏത് കാര്യവും, നിങ്ങളുടെ സംഘടനാപരമായ കാര്യമായിക്കോട്ടെ, സഭാപരമായ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ കമ്പനിയിലെ കാര്യമായിക്കോട്ടെ, ദൈവവേദനെ സംബന്ധിച്ചിടത്തോളമാണ് കേട്ടോ. ദൈവവചനമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ ക്രമീകരണം വരുത്താൻ. എല്ലാവരും കഴിവുള്ളവരാണ്. നേതൃസ്ഥാനങ്ങളിലേക്ക് അങ്ങനെയുള്ളവർ വരണം. എങ്കിലേ അത് ആ ഒരു സംവിധാനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അപ്പോസ്തലന്മാര് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. ഈ ഭാഗം വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ ഈ പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അതുമായിട്ട് ഇതിനെ തുലനം ചെയ്യരുത്. ഞാൻ ആത്മീയ ഗോളത്തിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് യോഗ്യമായവർ അവിടെ എത്തണം എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന് ദൈവവചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ പാടുള്ളൂ എന്ന് പറയാനാണ് ഞാൻ വരുന്നത്. സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവനും ചീത്ത വിളിക്കുന്നവനും മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുന്നവനും സകലവിധമായ കേസുകെട്ടിനകത്ത് പെട്ടവനും അതിരുമാന്തുന്നവനും പരദൂഷണം പറയുന്നവനും എന്ന് വേണ്ട സകല ഗുരുതക്കേടും കാണിക്കുന്നവനെ ഭൂരിപക്ഷത്തിന്റെ ഒത്താശയാൽ കസേരയിലോട്ട് പിടിച്ചു കയറ്റിയാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഒരു ചൈനയിലെ പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നീ ഓടിക്കുന്ന കുതിരയുടെ കടിഞ്ഞാൺ ചെകുത്താന്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ അതിനെ വളരെ വേഗത്തിൽ നരകത്തിലേക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. സത്യമാണ്. ദൈവിക തെരഞ്ഞെടുപ്പ്, അതിനൊരു ക്വാളിഫിക്കേഷൻ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള സ്റ്റേജിലെ കാര്യമല്ല കേട്ടോ, സ്റ്റേജിലെ കാര്യമല്ല. ദൈനംദിന ജീവിതത്തിൽ ആത്മാവും ജ്ഞാനവുമുള്ള നല്ല സാക്ഷ്യം വേണം. നല്ല സാക്ഷ്യം. അങ്ങനെയുള്ളവരെ തെരഞ്ഞുകൊള്ളി. അവരെ തെരയണം. ഓരോ സ്ഥലത്തും അവരെ തെരയണം. തെരഞ്ഞിട്ട് അവർ തെരഞ്ഞെടുക്കും. പറയോ, ഈ തെരയുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. നിങ്ങളൊരു മാങ്ങാക്കടയിൽ കയറിക്കുക. മാങ്ങാക്കട, പഴക്കടയായിക്കോട്ടെ. അവിടെ മാങ്ങാപ്പഴമുണ്ട്, ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, മുസമ്പിയുണ്ട്, സകല സാധനമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മാങ്ങ വേണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടെ മാങ്ങാക്കടയിൽ കയറി. നിങ്ങൾ മാങ്ങ തിരയുകയാണ്. തിരഞ്ഞൊരു പാത്രത്തിലിട്ടിട്ടു. ഭാര്യ ആ പാത്രത്തിൽ നിന്ന് മാങ്ങ മേടിച്ച് ത്രാസിലേക്ക് വെക്കുക. ഓരോ നേരത്ത് നിങ്ങൾ അവിടെ നിന്ന് തെരഞ്ഞെടുത്തതാണ്. പക്ഷേ ഭാര്യ ത്രാസിലേക്ക് വെച്ചപ്പോൾ നിങ്ങൾ 5 മാങ്ങ തെരഞ്ഞെടുത്തിട്ട് തോന്നും. ഭാര്യ ത്രാസിലേക്ക് വെച്ചപ്പോൾ 3 ഉള്ളൂ. 2 എന്തി? ഭാര്യ നോക്കിയപ്പോഴത്തേക്ക് ആ 2 കൊള്ളിയല്ല. ഒരു സൈഡ് കണ്ടില്ല. ഇയാളെ ഒരു സൈഡ് കണ്ടില്ല. ആ സൈഡ് ചീഞ്ഞതായിരുന്നു. കണ്ടോ? തെരഞ്ഞ് ഭർത്താവ് തെരഞ്ഞു, ഭാര്യ അതിനകത്തുനിന്നും തെരഞ്ഞു. ത്രാസിലേക്ക് വന്നപ്പം കടക്കാരനും തെരഞ്ഞു. നല്ല കടക്കാരനാണ് കേട്ടോ. അദ്ദേഹം ബിസിനസ് ചെയ്യുന്നെങ്കിലും നല്ല കടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇതിനകത്ത് 2 കൊള്ളുകയുള്ളൂ. ഒന്നിന്റെ ഞെടുപ്പിന്റെ അവിടെ അല്പം പോയതാ, സാരമില്ല, ഞാൻ അത് വേറെ മാറ്റിയെടുത്തു. കണ്ടോ? ഇനി വീട്ടിൽ വന്നപ്പോഴോ പിള്ളേര് മാങ്ങ ചെത്താനെടുത്തപ്പോഴത്തേക്ക് ഇതാണ്ടേ ഒരെണ്ണം പൂളി നോക്കിയപ്പോ അകത്ത് മുഴുവൻ പുഴു. അകത്ത് മുഴുവൻ പുഴു. പിള്ളേര് പറഞ്ഞു, പപ്പ ഒരെണ്ണേ കൊള്ളുള്ളൂ പപ്പ, ഒരു മാങ്ങ കൊള്ളത്തില്ല.
സ്തോത്രം. പിള്ളേരുടെ തെരഞ്ഞെടുപ്പ് മുറിച്ചപ്പഴം. സ്തോത്രം. ഇനി തിന്നാൻ വേണ്ടി പാത്രത്തിൽ കൊണ്ടുവന്നു ഗസ്റ്റ് വന്ന് തിന്നാൻ നേരത്തേക്ക് ഒരു ചുവ വ്യത്യാസമുണ്ട്, എനിക്ക് വേണ്ട. കണ്ടോ, വേറൊരെണ്ണം മുറിച്ചു കൊടുത്തു. കൊള്ളാം. ദേ, കടയെന്ന് ഭർത്താവിന്റെ കൈ കൂടെ, ഭാര്യയുടെ കൈ കൂടെ, കടക്കാരന്റെ കൈ കൂടെ, മകന്റെ കൈ കൂടെ, പിന്നെ ഗസ്റ്റിന്റെ കൈ കൂടെ ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിന്നാൻ കൊള്ളുന്ന ഒരു മാങ്ങയുള്ളൂ. ഈ പരുവത്തിലാണ് ഇന്നത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിരിക്കും. പക്ഷേ അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരെ കൊണ്ട് പറ്റുമല്ലേ? പറ്റുന്നവർ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ശക്തമായി ശുശ്രൂഷിക്കാൻ ദൈവം നിയോഗിച്ചാക്കിയ ഒത്തിരി ആളുകൾ കിടപ്പുണ്ട്. പക്ഷെ ഈ ചീത്ത മാങ്ങയെല്ലാം കൂടെ മണ്ടയിരിക്കുന്നതുകൊണ്ട് ഇത് അടി കിടക്കുക. ഈ ചീത്ത മാങ്ങനെല്ലാം സൈഡിലോട്ട് വകഞ്ഞു മാറ്റിക്കേ. അല്ല, 1ാം ക്ലാസ് മാങ്ങ അകത്തിരിപ്പുണ്ട്, അടി കിടപ്പുണ്ട്. അതെന്ന് പുറത്തു വരാനാ? സ്തോത്രം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ദൈവികമായ കാര്യത്തിന് വേണ്ടി തലപ്പത്തെത്തുന്നവർ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യം, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത് കേട്ടോ. ഈ ആത്മാവും ജ്ഞാനവും നിറയണം. കാരണം ഒരു കാര്യം ചെയ്യാൻ അവർക്ക് ജ്ഞാനം വേണം. ആ ജ്ഞാനം ദൈവം തരും. ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ആ പൊസിഷനിൽ കയറിയിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. അതിന് മുമ്പേ ജ്ഞാനമുള്ളവരെ തിരഞ്ഞെടുക്കണം. സ്തോത്രം. എന്നിട്ടോ നല്ല സാക്ഷ്യമുള്ളവരെ തെരഞ്ഞുകൊള്ളുവീൻ എന്നാ പറയുന്നത്. അവരെ തെരഞ്ഞു. ഇഷ്ടം പോലെ ഉണ്ടെന്നേ. എവിടെയാ ഇല്ലാത്തത്? ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം. തപ്പിയെടുത്തിട്ട് അവരെ ഈ വേലയ്ക്കാക്കാം എന്നാ പറയുന്നത്. എത്ര മനോഹരമുണ്ടല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവികതയുള്ള തെരഞ്ഞെടുപ്പും. അത് നാം തിരിച്ചറിയണം. മറ്റുള്ളതൊക്കെ ആൾബലത്തിലും പണബലത്തിലും പിടിപാടിലും ഒക്കെ കസേരയിലേക്ക് വരുമ്പോൾ സാധാരണക്കാരനായ ഒരു ദൈവദാസൻ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കയറി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെച്ചിരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്ക് ജ്ഞാനമുണ്ടോ, സ്വത്രം ആത്മാവുണ്ടോ, നല്ല സാക്ഷ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ദൈവം ഒരു സാധാരണക്കാരനായ ഉപദേശിയെ ആ ഓഫീസിലോട്ട് കൊണ്ടുചെല്ലും. ആ ഓഫീസിലിരിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളാണെന്ന് ഈ വന്ന ഉപദേശി പറയും. വേറെ ആരും പറയണ്ട. സ്തോത്രം. അവ എത്ര ഭയങ്കരമായിരിക്കും അല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? ദൈവവചന പ്രകാരമുള്ളതാണോ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ? അങ്ങനെ ആയിത്തീരട്ടെ. ഇപ്പോഴാ സ്ഥാനത്ത് വന്നവരൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ ഹൃദയം തുറന്നങ്ങ് വിശ്വസിക്കുകയാണ്. അവരെല്ലാവരും ജ്ഞാനം നിറഞ്ഞു വരും, ആത്മാവ് നിറഞ്ഞു വരും. അപ്പോൾ തന്നെ നല്ല സാക്ഷ്യമുള്ളവരാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഇതേ മെത്തേഡിൽ മുമ്പോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് എടുത്തു വരികയാണ്. കർത്താവേ, ഈ രാവിലെ സമയം ഞങ്ങൾക്കൊരു നല്ല ജ്ഞാനമുള്ള ഹൃദയം നൽകണമേ. കർത്താവേ, നല്ല ആത്മാവിൽ ഞങ്ങളെ നിലത്തിൽ വഴി നടത്തുന്ന കർത്താവേ, ശിഷ്യന്മാര് ഒരിക്കൽ അങ്ങോട്ട് പറഞ്ഞു, നിനക്ക് വിരോധമായി നിൽക്കുന്ന ഈ ഗ്രാമത്തെ നമുക്ക് നശിപ്പിച്ചാലോ? ആകാശത്ത് നിന്ന് തീയിറക്കി ഏലിയാവ് ചെയ്തതുപോലെ എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ കർത്താവെ, അങ്ങ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഏതാത്മാവിൽ അധീനർ? അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് നല്ലൊരു ആത്മാവിന് ഞങ്ങളുടെ ഉള്ളിൽ പകരണമേ, നിറയ്ക്കണമേ. കർത്താവെ, നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ആവോളം പ്രയത്നിപ്പാനൊക്കെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാ പൊസിഷനിലിരിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവരെ ശക്തന്മാരായി ഉപയോഗിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ പാകപ്പിഴകളെയും കർത്താവ് ക്ഷമിച്ച് ഇന്ന് മുതൽ കർത്താവ് ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ അവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. എന്റെ പ്രിയരെ, ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കയ്യെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. വഴി ഏത്, ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുൻപിൽ വരുന്ന വ്യക്തികളോട് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച് സംസാരിക്കണം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.